Hi friends, once again welcome back to Take Blocks. This is me, Tin Varghese from Mavelikada. Vinesh Vishwanathന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പക്ഷേ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ അലർട്ട് അല്ലെങ്കിൽ ഓംലെറ്റോ എന്ന് പറയുന്ന വലിയ വലിയ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും. അത് ഇംഗ്ലീഷ് ഫിലിംസ് മാത്രമേ ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിംസ് മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പം അവിടുത്തെ തന്നെ ഹോളിവുഡിലെ തന്നെ വലിയൊരു ടീമാണ് ഇവർ. അതുപോലെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിം മാത്രം ഇടുന്ന യൂട്യൂബ് ചാനൽ വന്നായിരുന്നില്ല. പക്ഷേ ഈ അടുത്തിടെ എന്ന് പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞ 5-6 വർഷത്തിന് മുമ്പ് അങ്ങാണ്ട് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനൽ വന്നു. അത് ബഡ്ജറ്റ് ലാബ് എന്നാണ്. അവർ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഫിലിമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അവളുടെ സീസൺ 1 ആദ്യത്തെ ഡയറക്ടറായ വിനീഷിന്റെ, ഞാൻ ഈ പറഞ്ഞ വിനീഷിന്റെ സംവിധാനം തന്നെയാണ് ഈ ചലച്ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. വലിയ താരനിര ഒന്നും ഇല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഔട്ടം. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ ഒരുപാട് താരനിര ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ തിയേറ്ററിൽ ഇത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാനും തിയേറ്ററിൽ പോയി കണ്ടില്ല. മറിച്ച് ഞാൻ OTT വന്നിരുന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ താഴ്ന്നതിറ്റ ഇല്ലാതെ കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇതുപോലെ നല്ല ഫിലിമുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, അതിമനോഹരമായിട്ടുള്ള ഒരു കലാവിരുദ്ധം. ഒരുപാട് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യുന്നില്ല. ഇതിപ്പം പറഞ്ഞ സൈനപ്ലേ OTT അവൈലബിളാണ്. അതല്ലെങ്കിൽ മറ്റുള്ള സൈനപ്ലേ OTTയിലാണ് ഉള്ളത്. നിങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള മാർഗത്തിലൂടെ ഈ ഫിലിം ഒന്ന് കണ്ടു നോക്ക്. വളരെ മികച്ച, ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നു. ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. ഇതിനകത്ത് ലീഡ് റോളിലുള്ള വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ പിള്ളേരാണ്. ആ കുട്ടികളുടെ പേര് എനിക്കറിയത്തില്ല. പിന്നെ അജു വർഗീസ് അവതരിപ്പിച്ചേക്കുന്ന കഥാപാത്രം, ടു ബി ഫ്രാങ്ക്, എൻ്റെ ലൈഫിലും അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ അങ്ങനെ ഒരു മാഷ് കാണും. പിന്നെ ജോണി ആൻ്റണി, പിന്നെ സൈജു കുറുപ്പ്, പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ ഉള്ളു ഇതിനകത്ത് അറിയപ്പെടുന്നവരായിട്ട്. നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമായിരുന്നു. പിന്നെ ഈ ഫിലിമിൻ്റെ ഏറ്റവും അവസാനം ക്ലൈമാക്സ് വരുന്ന ഒരു സോങ്ങുണ്ട്. സോങ്ങും എന്താണ് ആ കുട്ടി കാണിച്ചു വെച്ചേക്കുന്നതെന്നുള്ള ഒരു ഇതും ചുമ്മാതല്ല. ഈ വർഷത്താണോ കഴിഞ്ഞ വർഷത്താണോ മികച്ച കുട്ടികളുടെ ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ ഓക്കെ, ഇസ്മി ടിൻ വർഗീസ് ഫ്രം T Blogs സൈനിങ് ഔട്ട്.